കേരളത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധജനങ്ങളുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ. ഗുരുവായൂരപ്പനെ കാണണ്ടേ അമ്മേ എന്ന് ചോദിച്ചിട്ടാണ് മുത്തശ്ശിയും എല്ലാം വീട്ടിൽ നിന്ന് ഇളക്കി കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഗുരുവായൂർ കുറവാണ്, അതിനേക്കാൾ തിരക്കേറിയ സിറ്റികളിൽ ഉപേക്ഷിക്കുക പുതിയ രീതി. വളരെ ഉയർന്ന ഒരു പോലീസ് ഓഫീസർ നമ്മളോട് പറഞ്ഞു, ഇപ്പൊ അധികവും എറണാകുളത്ത്, തിരുവനന്തപുരത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിലാണ് അത്ര ഉപേക്ഷിച്ച് പോകണം. ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശന്, മുത്തശ്ശിക്ക് പാവം. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നമ്മൾ തിരക്കിട്ട പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആശ്രമത്തിൽ. ആ സമയത്ത് മുറ്റത്തൊരു കാറ് വന്നു നിന്നു. കാർ ഏതായാലും നമുക്ക് തുല്യമാണ്, പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോവുകയാണ് അത് കാറിന്റെ വിശേഷം. ഒരു മെഴ്സിഡസ് E-ക്ലാസ് ബെൻസ് വണ്ടിയാണ് വന്നതെന്ന്. അയാൾ ബെൻസിൽ വന്നാലും എന്തിൽ വന്നാലും നമുക്ക് കണക്ക് തന്നെയാണ്. പിന്നെ ഇതിനാ സ്വാമി ബെൻസ് പ്രത്യേകിച്ച് പറഞ്ഞത്? നിങ്ങൾക്ക് മുന്നോട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ്. മെഴ്സിഡസ് E-ക്ലാസ് ബെൻസിൽ വന്നു, സ്വാമിയുടെ റൂമിൽ വന്നു. എന്തൊരു ബഹുമാനാന്നറിയോ, കാല് പിടിച്ചിട്ട് നമസ്കരിച്ചിട്ട്. വലിയൊരു പൈസക്കാരനാണെന്ന് പറഞ്ഞു, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും. വിഷയത്തിലേക്ക് കടക്കാമല്ലോ, നമ്മൾ വളരെ തിരക്കിലാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വാമിജി ആ ജിയുടെ ഒക്കെ നീളം എത്രയാണെന്നറിയോ? എന്റെ അമ്മയെ കൊണ്ടാക്കാനൊരു സ്ഥലം സ്വാമിജി പറഞ്ഞു തരണം. മനസ്സിലായില്ല. സത്യം പറയണല്ലോ, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു മനസ്സിലായില്ല. അല്ല, അമ്മയെ കൊണ്ടാക്കാൻ പറ്റുന്നൊരു വൃദ്ധ സദനം പൈസ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. എന്താ അത് കാരണം? അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഭാര്യയായിട്ട് ഒക്കണില്ല. നമ്മൾ പറഞ്ഞു, ഒരു കടലാസിൽ ഒപ്പിട്ടാൽ ഒരാൾ നിങ്ങളെ ഭാര്യയാവും, വേറൊരു കടലാസിൽ ഒപ്പിട്ടാൽ അത് നിങ്ങളുടെ ഭാര്യ അല്ലാതാവും. ഡിവോഴ്സ് ചെയ്തു. പക്ഷെ അമ്മയെ മാറ്റാൻ ഒരു ഒപ്പും ലോകത്തിലില്ല. അച്ഛനെ മാറ്റാൻ ലോകത്തിൽ ഒരു ഒപ്പുമില്ല. എന്തായാലും നിങ്ങൾ കുറച്ച് പൈസക്കാരനൊക്കെ അല്ലേ, നിങ്ങളങ്ങോട്ട് പുറത്തു പോയിക്കോളൂ, വേറെ വീടുണ്ടായിക്കോളൂ. ആ വീട്ട് ഒരു മുറിയിൽ അമ്മ താമസിച്ചോളൂ, ബാക്കി അമ്മ വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പൈസ കൊണ്ട് നല്ലൊരു ഹോം നേഴ്സിനെ ഞാൻ വെച്ചു കൊടുക്കാം. അത് അമ്മയ്ക്ക് കൊടുക്കുക, ഇറങ്ങിപ്പോടാ. ഇതും പറഞ്ഞ് ഈ ആശ്രമത്തിലേക്ക് വരരുത്. ഇയാൾ ആകെ ധരിച്ചു, സ്വാമി എന്താ ഈ ഭാഷ പറയുന്നത്? പിന്നെ അവനോടൊക്കെ എന്ത് ഭാഷയാ പറയണ്ടേ? പിന്നെ അവനോട് എന്ത് ഭാഷയാ പറയണ്ടേ? പെറ്റ അമ്മയെ, വളർത്തിയ അമ്മയെ ഉപേക്ഷിക്കാൻ ഒരു സ്ഥലം ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മലയാളി സമൂഹം, ഹിന്ദു സമൂഹം പ്രത്യേകിച്ച് പറയണം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് അമ്മമാരെ അച്ഛന്മാരെ ഉപേക്ഷിക്കുന്നില്ല. ക്രിസ്ത്യൻ സമൂഹം ഉപേക്ഷിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് അവരൊഴിഞ്ഞു പോവുക, ചെറുപ്പക്കാര് അച്ഛനെയും അമ്മേനെയും ഒരു വീട്ടിലാക്കിയിട്ട്. ഹിന്ദു സമൂഹത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സത്യമാണ് ഈ പറഞ്ഞത്.